വാഴ നനയുമ്പം കൂടെ ചീരയും നനയുമെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. നമ്മളൊരു പ്രൊജക്ടർ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ പുറമെ എനിക്ക് വേറൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. ആദ്യം നമ്മളൊരു ലബാനൊക്കെ മേടിച്ചു. കാരണം കടയ്ക്ക് നല്ല ദൂരം ഉണ്ടായിരുന്നു. ദാഹിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കണ്ട കടകളിലൊക്കെ കയറി. പക്ഷേ നമുക്ക് സാധനം കിട്ടിയില്ല. അങ്ങനെ വിഷമം തീർക്കാനായിട്ട് നമ്മളൊരു ഫ്രഞ്ച് ഫ്രൈസും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. എനിക്ക് പക്ഷേ ഭയങ്കര വലിയ വിഷമമൊന്നുമില്ലായിരുന്നു. കാരണം നമ്മുടെ ഉദ്ദേശം വേറെ ആയിരുന്നല്ലോ, വേറെ ഒന്നുമല്ല. കുറേ കാലം മുന്നേ ഇറങ്ങിയൊരു ട്രെൻഡായിരുന്നു. ഇപ്പോൾ എനിക്ക് 2-3 വർഷമായി കാണും, ഒരു ഐസ്ക്രീം. ആ ഐസ്ക്രീം ഇപ്പോൾ അറിയാത്തവരാരും കാണത്തില്ല. ഇതാണ് ഐസ്ക്രീം. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് പോകുന്ന ഒരു ഗ്രൗണ്ടിൽ കൂടെയാണ് പോകുന്നത്. അവിടെ കുറേ ചേട്ടന്മാർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബോൾ എൻ്റെ ദേഹത്ത് വന്ന് വീഴേണ്ടായിരുന്നു, ജസ്റ്റ് മിസ്. എന്താണെന്ന് അറിയത്തില്ല, എവിടെ പോയാലും ബോൾ എൻ്റെ ദേഹത്തൂടെ വീഴും. അത് പണ്ടോട്ടേ ഉള്ള ശീലം. അങ്ങനെ നമ്മൾ റൂമിൽ വന്ന് ഐസ്ക്രീമൊക്കെ പൊട്ടിപ്പൊളിച്ചെടുത്ത് നല്ല പാടായിരുന്നു ഇളക്കാൻ. പക്ഷെ അതുപോലെ നല്ല ടേസ്റ്റും ആയിരുന്നു. പുറമെ ഒരു വൈറ്റ് ചോക്ലേറ്റും അകത്തൊരു മാംഗോ ഐസ്ക്രീമൊക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം.